തൃശൂർ കൊടുങ്ങല്ലൂരിൽ വേലിയേറ്റം ശക്തമായതോടെ തീരദേശവാസികളുടെ ജീവിതം ദുരിതത്തിൽ. ഏറിയാട് പഞ്ചായത്തിലെ ബ്ലാച്ചാങ്ങൽ തോടിന് സമീപമുള്ളവരാണ് ഇതുമൂലം കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. തോടിലൂടെ കടൽവെള്ളം അലയടിച്ചെത്തുന്നതിനാൽ പ്രദേശമാകെ രൂക്ഷമായ വെള്ളക്കെട്ട് തുടരുകയാണ്. ബ്ലാച്ചാങ്ങൽ തോടിന്റെ പരിസര പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി അനുഭവപ്പെടുന്നത്. വേലിയേറ്റം ശക്തമായതിനു പിന്നാലെ തോട്ടിലൂടെ തള്ളിക്കയറിയ ചളി നിറഞ്ഞ വെള്ളം ആഴ്ചകളായി പ്രദേശത്ത് കെട്ടി നിൽക്കുകയാണ്. വെള്ളം മലിനമായതോടെ പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയും നേരിടുന്നുണ്ട്. ഇപ്പം 1 മാസമോ 2 മാസമോ ഈ ചെളിയില്ലാണ്ട് വരുന്നുള്ളൂ. അല്ലാത്ത എല്ലാ പ്രാവശ്യവും കൊല്ലത്തിൽ ഈ ചെളിയും വെള്ളവും തന്നെ ഞങ്ങൾ നീന്തി. കുട്ടികളായാലും വാഹനങ്ങളായാലും എല്ലാം അപകടത്തിൽ തന്നെയാണ്. ഈ വെള്ളത്തിൽ തന്നെ നിന്നിട്ട് ഉപ്പും വെള്ളം കയറി കിടക്കുന്നത്. ഇപ്പം എൻ്റെ ഭർത്താവിന് വയ്യാണ്ടായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാനോ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. തോടിന്റെ സൈഡൊക്കെ ഇടിഞ്ഞു നിൽക്കണ, അതിൽ കൂടെ വെള്ളം സ്പീഡിൽ വരുന്ന സ്റ്റെപ്പ് വരെയും കയറി വെള്ളം വരുന്നത്. ബ്ലാച്ചാങ്ങൽ തോടിലും ഇടത്തോടുകളിലും കാലാകാലങ്ങളിൽ തടയണ കെട്ടി വേലിയേറ്റത്തെ തടയുകയായിരുന്നു പതിവ്. എന്നാൽ ഇക്കുറി വൃശ്ചിക വേലിയേറ്റം പതിവിലും ശക്തമായതോടെ ഈ തടയണകളും ഫലപ്രദമല്ലാതായി. ഒരാഴ്ചയായിട്ട് ഈ വെള്ളം കയറിക്കൊണ്ടിരിക്കണം. ഒരാഴ്ചയായിട്ട് ഇവർ വേണ്ടപ്പെട്ടവരെ വിളിച്ചു പറയുമ്പോൾ ആ മെമ്പറിൻ്റെ അവിടെയാണ്, മറ്റേ മെമ്പറിൻ്റെ അവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ വർഷവും ഇതേപോലെ തന്നെയാണ്. ഇതിപ്പോൾ ഒറ്റ വർഷം ഇല്ലാത്തല്ല. ഇവർ സാധാരണ ഈ തോടുകൾക്കൊന്ന് ആഴം കൂട്ടിക്കഴിഞ്ഞ് ഈ സംഭവം ശരിയാവുന്നതാണ്. ഈ പുഴയുടെ പകുതി ഭാഗം ആഴം കൂട്ടിയാൽ മതി. കുറേ ദൂരം ആഴം കൂട്ടിയിട്ടുണ്ട്. ഇപ്പം അത് കൂട്ടണില്ല. കൂട്ടാത്തതിൻ്റെ പേരിൽ ഇതിപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. ഏറിയാട് പഞ്ചായത്തിലെ വേലിയേറ്റം തടയുന്നതിനായി പല വാർഡുകളിലും സ്ലൂയിസ് വാൽവുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നിർമ്മാണം പാതി വഴിയിലുമാണ്. എന്നാൽ സ്വകാര്യ ഭൂമിയിലുള്ള ഇടത്തോടുകൾ പലതും നികന്നുപോയതും ആഴം കുറഞ്ഞതും വേലിയേറ്റ സമയത്തെ വെള്ളക്കെട്ടിന് കാരണമാകുന്നു. വെള്ളക്കെട്ട് തടയുന്നതിനുള്ള ശാശ്വത മാർഗമായി തോട് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഇല്ലാതായതോടെ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഇപ്പോഴും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ന്യൂസ് മലയാളം, തൃശൂർ.